ഓം ശ്രീ വിഷ്ണുവായ നമ. ഓം ക്രീം കരിങ്കുട്ടി നമ. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് മന്ത്രോച്ചാരണത്തിനെ കുറിച്ചാണ്. മന്ത്രങ്ങൾ ഉച്ചാരണവും കാര്യങ്ങളും അതിൻ്റെ രീതികളെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓം ഐം ഹ്രീം ശ്രീം ഗ്രൈം എന്നുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ബാക്കിയുള്ള മന്ത്രങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, അങ്ങനെയുള്ള മന്ത്രങ്ങൾ മേടിക്കുമ്പോൾ ഒരു ഗുരുമുഖത്ത് നിങ്ങൾ മേടിക്കുക. കരിങ്കുട്ടി എന്ന് പറയുന്ന ഒരു ശക്തിനെ നിങ്ങൾ ഒരു കാരണവശാലും മേടിക്കണ്ടെങ്കിൽ പോലും വിഷ്ണുമായ ഉപാസന അല്ലെങ്കിൽ ദേവി ഉപാസന നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇല്ലാത്ത പക്ഷം നമുക്ക് അതിൻ്റെ നല്ല രീതിക്കുള്ള ഒരു കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഒരു ഗുരുപദേശം മേടിച്ച് യഥാശക്തി ജപങ്ങളും കാര്യങ്ങളും നടത്തി നമുക്കൊരു ശക്തി വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ യഥാശക്തി ആ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ജപിച്ച് ഒരു ശക്തി വന്നതിന് ശേഷം മാത്രം കരിങ്കുട്ടീന് ഉപാസന തുടങ്ങുമ്പോഴേ നമുക്ക് അതിൻ്റെ കാര്യങ്ങളും വരുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്ഷിപ്രപ്രസാദി ഒരു മൂർത്തിയല്ല. വിഷ്ണുമായ എന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദി ക്ഷിപ്രഗോപിയാണ്. കരിങ്കുട്ടി അതേമാതിരി അല്ല. കരിങ്കുട്ടിക്ക് അതിനനുസരിച്ച് വിഷ്ണുമായ പ്രീതിയും കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേവി പ്രീതിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കരിങ്കുട്ടി വരുള്ളൂ. ആ കരിങ്കുട്ടീനെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റേതനുസരിച്ചുള്ള കർമ്മങ്ങളും കാര്യങ്ങളും വേണം, ജപശക്തിയും വേണം. അല്ലാതെ കുട്ടിക്കളി കളിക്കുന്ന പരിപാടിയല്ല. പലരും പറയാണ്ട് കരിങ്കുട്ടി ഉപാസന നടത്താം, കരിങ്കുട്ടിക്ക് എന്തായെന്ന് വെച്ചാൽ ചെയ്യാം. അതൊന്നും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്കുട്ടി എന്ന് പറഞ്ഞ മഹാശക്തിനെ നമ്മൾ വിളിച്ചു വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശക്തി വേണം, അല്ലെങ്കിൽ ഉപാസനാബലം വേണം. ആ വിളിച്ചു വരുത്തുന്ന ആക്കം കൂടി ഉപാസനാബലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. യഥാശക്തി എന്താ പറയുക, നമ്മൾ കരിപൂജയും കാര്യങ്ങളൊക്കെ നടത്തി കരിങ്കുട്ടിക്ക് കോഴിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്രയും പ്രീതിപ്പെടുത്തി എന്നാൽ മാത്രമേ യഥാശക്തിയുള്ള കലശങ്ങളും കാര്യങ്ങളും നടത്തി കൊടുത്താൽ മാത്രമേ കരിങ്കുട്ടി വരുള്ളൂ. ആ കരിങ്കുട്ടീനെ പ്രീതിപ്പെടുത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, കുട്ടികൾ കളിക്കുന്ന കാര്യമല്ല, ഇന്നലെ തുടങ്ങിയവർക്ക് നടക്കുന്ന കാര്യങ്ങളുമല്ല. അങ്ങനെ നടത്തുന്നവർക്കൊക്കെ തിരിച്ചടി എന്തായാലും കിട്ടുകയും ചെയ്യും. കരിങ്കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ശക്തിയാണ്. കുട്ടികളെ കളിക്കുന്ന പരിപാടിയല്ല. മനസ്സറിഞ്ഞ് ഞാൻ പറയാണ്, അത് പഠിച്ച് തന്നെ ചെയ്യുക. ഇല്ലാതെ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യരുത്. ചെയ്യുന്നവർക്ക് അതിൻ്റെതായ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നവർ പലരും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്? നമുക്കറിയാൻ പാടില്ല അതിനെപ്പറ്റി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെയുള്ള ശക്തിനെ നമ്മൾ കൊണ്ടു നടക്കണ്ടെങ്കിൽ അതിൻ്റെ പൂജാതി വിധി കർമ്മങ്ങൾ കൃത്യമായിട്ട് പഠിക്കാതെ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള പൂജയും കാര്യങ്ങളും ചെയ്യരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഓം ശ്രീ വിഷ്ണുവായ ഓം ശ്രീം കരിങ്കുട്ടി നമ.